10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന ചാപ്റ്ററിന്റെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് GAM കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായി നോക്കിയതാണ്. GAM എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ GAM കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കിയത് ഓരോ ആറ്റത്തിന്റെയും, അതായത് ഓരോ എലമെന്റിനും ഓരോ അറ്റോമിക് മാസ് ആണുള്ളത്. ആ അറ്റോമിക് മാസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ GMM കണ്ടുപിടിച്ചത്. ഇത്രയേ ഉള്ളൂ. ഏതാണോ അറ്റോമിക് മാസ്, ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എന്താണോ ആ അറ്റോമിക് മാസിനെ നമ്മൾ ഗ്രാമിൽ പറയുമ്പോഴാണ് ഗ്രാം അറ്റോമിക് മാസ് കിട്ടുന്നത്. ഓക്കെ, ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ മാസ്, അറ്റോമിക് മാസിനെ, ആറ്റത്തിന്റെ മാസാണ് ഉദ്ദേശിക്കുന്നത്. ആറ്റത്തിന്റെ മാസിനെ ഗ്രാമിൽ പറയുകയാണെങ്കിൽ, അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എലമെന്റ്സ് ആയിക്കോട്ടെ അതുപോലെ കോമ്പൗണ്ട്സ് ആയിക്കോട്ടെ, രണ്ട് രീതിയിലാണ് സബ്സ്റ്റൻസുകൾ കാണപ്പെടുന്നത്. എലമെന്റ്സ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്, അതുപോലെ കോമ്പൗണ്ട്സ് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. എലമെന്റ്സ് ആയിക്കോട്ടെ കോമ്പൗണ്ട്സ് ആയിക്കോട്ടെ ഇതെല്ലാം മോളിക്യൂൾസ് ആയിട്ടാണ് നമുക്ക് ചുറ്റും കാണപ്പെടുന്നത്. അത് ഈ ആറ്റങ്ങളായിട്ടല്ല, മോളിക്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതില് മോണോ അറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്, അതുപോലെ ഡയറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്, പോളി അറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്. മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മോളിക്യൂളിൽ ഒരൊറ്റ ആറ്റം മാത്രമേ കാണൂ. അങ്ങനത്തെ കുറെ മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹീലിയം, ആർഗൺ, നിയോൺ, അങ്ങനെയുള്ള ചില മോളിക്യൂൾസ്, അത് മോണോ അറ്റോമിക് മോളിക്യൂൾസ് ആണ്. അതിൽ ഒരേ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. ഓരോ മോളിക്യൂളിലും ഒരേ ഒരു ആറ്റം വീതമേ ഉള്ളൂ. അതുപോലെ ഡയറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. അപ്പൊ ഇവിടെയെല്ലാം നമുക്കറിയാം ഹൈഡ്രജന്റെ 2 ആറ്റം ചേർന്നിട്ടാണ് ഇവിടെ ഡയറ്റോമിക് മോളിക്യൂൾസ് ഉണ്ടായത്. നൈട്രജന്റെ 2 ആറ്റം ചേർന്നിട്ടാണ് ഇവിടെ നൈട്രജൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഓക്സിജന്റെ 2 ആറ്റം ചേർന്ന് ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടായി. അതായത് എലമെന്റ്സ് ആയിക്കോട്ടെ അതുപോലെ കോമ്പൗണ്ട്സ് ആയിക്കോട്ടെ. കോമ്പൗണ്ട്സ് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഉദാഹരണത്തിന് വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അവിടെ 2 രീതിയിലുള്ള എലമെന്റ്സ് ചേർന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയിട്ടുള്ള എലമെന്റ്സ് തമ്മിൽ ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെ? വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇവിടെ നമുക്ക് മനസ്സിലായി, ഇവിടെ എന്താണ് H2O എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഹൈഡ്രജൻ ആറ്റംസും ഉണ്ട്, ഓക്സിജൻ ആറ്റംസും ഉണ്ട്. ഓക്കെ, അപ്പോ എലമെന്റ്സും കോമ്പൗണ്ട്സും എല്ലാം കാണപ്പെടുന്നത് മോളിക്യൂൾസ് ആയിട്ടാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, അതുപോലെ ഹീലിയം, ആർഗൺ, ഇതെല്ലാം എലമെന്റ്സ് ആണ്. എലമെന്റ്സ് അവയുടെ മോളിക്യൂൾസ് ആയിട്ട് കാണപ്പെടുന്നു. അതുപോലെ ഇവിടെ H2O എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. ആ ഒരു രീതിയിൽ ഈ H2O, അതായത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന രീതിയിൽ തന്നെയാണ് വാട്ടർ എന്ത് ചെയ്യുന്നത്? ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നത്. ഓക്കെ, അതായത് എലമെന്റ്സും കോമ്പൗണ്ട്സും എന്ത് ചെയ്യുന്നു? ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നത് മോളിക്യൂൾസ് ആയിട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ മോളിക്യൂൾസിന്റെ മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കാം? മോളിക്യൂൾസിന്റെ മാസ്, അതായത് മോളിക്യുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ H2 എന്നാണ് നമ്മൾ എഴുതുന്നത്. അതായത് 2 ആറ്റംസ് ചേർന്നിട്ടാണ് ഒരു മോളിക്യൂൾ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഹൈഡ്രജന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രജൻ മോളിക്യൂളിനുള്ളില് എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഈ മോളിക്യൂൾ, ഹൈഡ്രജന്റെ ഈ മോളിക്യൂളിനുള്ളില് എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? നമുക്കറിയാം 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ടാണ് താഴെ നമ്മൾ 2 എന്ന് പറയുന്ന നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മാസ് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? ഇതിനകത്തുള്ള ആറ്റംസിന്റെ അറ്റോമിക് മാസുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റമാണ് ഉള്ളത്. അതായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോ 1 + 1 നമുക്ക് കിട്ടി 2 ആണ്. അതായത് ഹൈഡ്രജൻ മോളിക്യൂളിന്റെ
മാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈഡ്രജന്റെ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടതാണ് നൈട്രജൻ. നൈട്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്. നൈട്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മോളിക്യൂളാണ് N2. നൈട്രജന്റെ മോളിക്യൂളാണ്. നൈട്രജൻ മോളിക്യൂൾ കാണപ്പെടുന്നത് N2 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മോളിക്യുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് ആറ്റംസ് ആണുള്ളത് അല്ലെ? നൈട്രജന്റെ 2 ആറ്റംസ്. ഒരു നൈട്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 14 ആണ്. അപ്പൊ 14 പ്ലസ് 14 രണ്ട് നൈട്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസുകൾ തമ്മിൽ ആഡ് ചെയ്തേക്കാണ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 28. ഓക്കെ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണ എലമെന്റ്സ്, ഇതെല്ലാം എലമെന്റ്സ് ആണ്. ഇവിടെ എടുത്ത ഹൈഡ്രജനും നൈട്രജനും എല്ലാം എലമെന്റ്സ് ആണ്. ഈ എലമെന്റ്സിന്റെ മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം ഒരേ തരത്തിലുള്ള ആറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കോമ്പൗണ്ട് എടുത്ത് നോക്കാം. ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ് വാട്ടർ. ഓക്കെ. H2O ആണ് വാട്ടർ. നമുക്കറിയാം H2O ആണ് വാട്ടറിന്റെ മോളിക്യുലാർ ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോളിക്യുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1 ആണ്. നമുക്ക് മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ആ കോമ്പൗണ്ടിനകത്തുള്ള എല്ലാ ആറ്റത്തിന്റെയും അറ്റോമിക് മാസ് അറിഞ്ഞിരിക്കണം. ഇവിടെ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. ഇവിടുത്തെ ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ. സാധാരണ രീതിയിൽ ഇതെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അറ്റോമിക് മാസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതാണ്. ഓക്കെ. അപ്പോ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, അതുപോലെ ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്ര? 16. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഈ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു മോളിക്യുലാർ ഫോർമുല എടുക്കുമ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ഉണ്ട്. ഒരു ഓക്സിജൻ ആറ്റം എന്ന് എങ്ങനെ മനസ്സിലായി? ഓക്സിജന് താഴെയായിട്ട് ഒരു നമ്പറും എഴുതിയിട്ടില്ല. മീനിങ് അവിടെ ഒരു ഓക്സിജൻ ആറ്റം ഉണ്ടെന്നാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മോളിക്യുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? 2 ഹൈഡ്രജൻ ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. അതായത് 1 പ്ലസ് 1. ഓക്കെ. ഇത് സിമ്പിൾ ഫോമിലാണ് പഠിപ്പിക്കുന്നത്. വേണമെങ്കിൽ 1 into 2 എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇതിനിടയിൽ തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. 1 പ്ലസ് 1, അതായത് 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാണ്? ഒരെണ്ണമേ ഉള്ളൂ. അതുകൊണ്ട് 16 കൊണ്ട് ആഡ് ചെയ്തു. അപ്പോ 1 പ്ലസ് 16, അതായത് 18 ആണ് അവിടെ കിട്ടുന്നത്. 18. ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലായി വാട്ടർ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, വാട്ടറിന്റെ ഒരു മോളിക്യൂൾ, അതിന്റെ മോളിക്യുലാർ മാസ് എത്രയാണ്? 18 ആണ്. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഏത് മോളിക്യൂൾസിന്റെയും എന്ത് കണ്ടുപിടിക്കാം? മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോ നമുക്ക് ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഇവിടെ ഓൾറെഡി കുറെ എണ്ണം പറഞ്ഞു. അതെല്ലാം ഞാനിപ്പോ എഴുതാം. എഴുതിയതിനു ശേഷം നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് പോകണം. അതിനുവേണ്ടിയാണ് ഈ മോളിക്യുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെസ്റ്റിൽ തന്നിട്ടുള്ള കുറച്ചെണ്ണം നോക്കാം. ടെസ്റ്റിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ടേബിളിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് മോളിക്യൂൾസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ആദ്യം തന്നിട്ടുള്ളത് ഹൈഡ്രജൻ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അപ്പോ ഹൈഡ്രജൻ എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ മോളിക്യുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരാറ്റത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് മോളിക്യുലാർ മാസ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1 പ്ലസ് 1 നമുക്ക് കിട്ടും 2 എന്ന് കിട്ടും. ഓക്കെ. 1 പ്ലസ് 1 2 എന്ന് കിട്ടും. അടുത്തത് തന്നിട്ടുള്ളത് നൈട്രജൻ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് നൈട്രജന്റെ ഒരു നൈട്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? അല്ലെങ്കിൽ നൈട്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 14 ആണ്. അങ്ങനെയാണെങ്കിൽ 14 പ്ലസ് 14 ഈക്വൽ ടു 28. അതായത് 2 നൈട്രജൻ ആറ്റം ചേർന്നിട്ടാണ് ഒരു നൈട്രജൻ മോളിക്യൂൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. 14 പ്ലസ് 14 28. ഓക്കെ. അടുത്ത് തന്നിട്ടുള്ളത് ഓക്സിജൻ ആണ്. ഓക്സിജൻ മോളിക്യൂൾ ആണ്. ഓക്സിജൻ മോളിക്യൂൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അതായത് 16 പ്ലസ് 16 നമുക്ക് കിട്ടും 32. ഓക്കെ.
2 ഓക്സിജൻ ആറ്റം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അടുത്തത് വന്നിട്ടുള്ളത് വാട്ടർ ആണ്, H2O. H2O നമ്മൾ കണ്ടുപിടിച്ചതാണ്. എങ്ങനെ? 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 1 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ എങ്ങനെ ആഡ് ചെയ്യും? 1+1, അതായത് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ അറ്റോമിക് മാസുകളാണ് ആഡ് ചെയ്തത്. ഇനി ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് ആഡ് ചെയ്യാം. +16 നമുക്ക് കിട്ടും 18 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത് തന്നിട്ടുള്ളത് അമോണിയ, NH3, അമോണിയ. അപ്പോ അവിടെ 1 നൈട്രജൻ ആറ്റം ഉണ്ട്, 1 നൈട്രജൻ ആറ്റം ഉണ്ട്, 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 1 നൈട്രജൻ ആറ്റം, 3 ഹൈഡ്രജൻ ആറ്റം. അപ്പൊ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? 1 നൈട്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 14. പിന്നെ 3 ഹൈഡ്രജൻ ആറ്റം, അതായത് 1+1+1 എത്രയാണ്? 14+1+1+1 നമുക്ക് ഇവിടെ 17 കിട്ടും. ഓക്കെ, അതുപോലെ നമുക്ക് അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ കിട്ടി. എന്തൊക്കെയാണ്? ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, വാട്ടർ, അതുപോലെ അമോണിയ. ഇതിന്റെ എല്ലാം മോളിക്യുലാർ മാസുകളാണ് കിട്ടിയത്. ഇനി ഞാൻ ഇതിനെല്ലാം ഗ്രാമിൽ എഴുതിയെന്ന് വെച്ചു. ഇതിനെല്ലാം ഗ്രാമിലേക്ക് ഞാൻ മാറ്റി, അല്ലെങ്കിൽ ഗ്രാം എന്ന് പറയുന്ന യൂണിറ്റിലാക്കി. ഇപ്പൊ ഇവിടെ 2 ഗ്രാം ഹൈഡ്രജൻ, 28 ഗ്രാം നൈട്രജൻ, 32 ഗ്രാം ഓക്സിജൻ, 18 ഗ്രാം വാട്ടർ, 17 ഗ്രാം അമോണിയ. അതായത് ഞാൻ ഇവിടെ ചെയ്ത് എത്രയേ ഉള്ളൂ, എത്രയാണോ മോളിക്യുലാർ മാസ് കിട്ടിയത് ആ മോളിക്യുലാർ മാസിനെ ഞാൻ ഗ്രാം എന്ന് പറയുന്ന യൂണിറ്റിൽ എന്ത് ചെയ്തു? പറഞ്ഞു തന്നല്ലോ. എത്രയാണോ മോളിക്യുലാർ മാസ് ആ മോളിക്യുലാർ മാസിനെ ഗ്രാം എന്ന് പറയുന്ന യൂണിറ്റിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഗ്രാം മോളിക്യുലാർ മാസ്. ഒന്നുകൂടെ പറയാം, നമ്മൾ മോളിക്യൂൾസിന്റെ മോളിക്യുലാർ മാസ് ആണ് എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത്. ആ മോളിക്യുലാർ മാസിനെ ഗ്രാമിൽ പറഞ്ഞു. അപ്പോ അതെന്തായി? ഗ്രാം മോളിക്യുലാർ മാസായി. അപ്പൊ മോളിക്യുലാർ മാസിനെ ഗ്രാമിൽ പറഞ്ഞ ഗ്രാം മോളിക്യുലാർ മാസ്. അപ്പോ അതിന് നമുക്ക് GMM എന്ന് പറയാം. GMM. ഓക്കെ, GMM എന്ന് പറയുമ്പോൾ എന്താണ്? മോളിക്യുലാർ മാസിനെ ഗ്രാമിൽ പറഞ്ഞു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അറ്റോമിക് മാസ് കണ്ടുപിടിച്ചു അല്ലെ? അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഗ്രാമിൽ പറയുമ്പോൾ അതെന്തായി? ഗ്രാം അറ്റോമിക് മാസ് അഥവാ GAMI. അത് രണ്ടും തിരിഞ്ഞു പോയത്. അറ്റോമിക് മാസ് ഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്, മോളിക്യുലാർ മാസ് ഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം മോളിക്യുലാർ മാസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അപ്പോ ഇവിടെ എല്ലാം നമുക്ക് അതിന്റെ GMM കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഹൈഡ്രജന്റെ GMM എത്രയാണ്? ഹൈഡ്രജന്റെ GMM എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹൈഡ്രജന്റെ GMM എത്ര? ഇവിടെ ഞാൻ എഴുതുന്ന GMM ആണ്. ഹൈഡ്രജന്റെ GMM എത്ര? 2 ഗ്രാം. നൈട്രജന്റെ GMM എത്ര? 28 ഗ്രാം. ഓക്സിജന്റെ GMM എത്രയാണ്? 32 ഗ്രാം. ഇനി വാട്ടറിന്റെ GMM എത്രയാണ്? 18 ഗ്രാം. ഇനി അമോണിയയുടെ GMM എത്രയാണ്? 17 ഗ്രാം. ഓക്കെ, അങ്ങനെ നമുക്ക് GMM എത്രയാണ്, ഓരോ മോളിക്യൂളിന്റെയും GMM എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് പറ്റി. എത്രയോ എന്ത് ചെയ്താൽ മതി? മോളിക്യുലാർ മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു GMM ഇതെല്ലാം ഇതിന്റെ GMM ആണെന്ന് പറഞ്ഞു, ഗ്രാം മോളിക്യുലാർ മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഗ്രാം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ GMM ആണ്. ആ GMM-ൽ എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? ഇത്രയേ ഉള്ളൂ. ആൻസർ 6.022 into 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? 6.022 into 10⁻23 മോളിക്യൂൾസ്. ഏത് മോളിക്യൂൾസ്? ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു നമ്പർ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഇത് അവഗാഡ്രോ നമ്പറാണ്. നമ്മൾ NA എന്നൊക്കെ നമ്മൾ എന്താണ് സൂചിപ്പിച്ച ഒരു നമ്പറാണ് 6.022 into 10⁻23 എന്ന് പറയുന്ന നമ്പർ. അത്രയും മോളിക്യൂൾസ് 2 ഗ്രാം ഹൈഡ്രജൻ എടുക്കുമ്പോൾ എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? 6.022 into 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇനി 28 ഗ്രാം നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ 6.022 into 10⁻23 നൈട്രജൻ മോളിക്യൂൾ N2 മോളിക്യൂൾ ഉണ്ടായിരിക്കും.
ഇനി 32 ഗ്രാം ഓക്സിജൻ എടുത്താൽ അവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? 6.022 into 10⁻23 ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് വാട്ടറിന്റെ അമോണിയയുടെ കേസ്. 18 ഗ്രാം വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ 6.022 into 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അതുപോലെ 17 ഗ്രാം അമോണിയ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും 6.022 into 10⁻23 എന്ത് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? അമോണിയയുടെ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ നമ്പറുകൾ തമ്മിൽ, അതായത് നമ്മള് GAM പഠിച്ചപ്പോഴത്തേക്ക് ഓൾറെഡി പറഞ്ഞതാണ്. ഒരു GAM ഇപ്പൊ ഏതൊരു എലമെന്റിന്റെ GAM എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള ആറ്റംസ് പഠിച്ചല്ലേ. അപ്പൊ ആ ഗ്രാം അറ്റോമിക് മാസ് എടുത്തു കഴിയുമ്പോൾ ആ ഗ്രാം അറ്റോമിക് മാസിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എത്ര തന്നെയാണ്? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. അപ്പൊ GAM ആണെങ്കിൽ അതിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ആറ്റംസിന്റെ എണ്ണം എത്രയായിരിക്കും? 6.022 into 10⁻23 ആറ്റംസ് ആയിരിക്കും. എന്നാൽ GMM ആണെങ്കിൽ അതിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണമാണ് എത്ര? 6.022 into 10⁻23 മോളിക്യൂൾസ്. അപ്പോൾ GAM തിരിഞ്ഞു പോകരുത്, GMM തിരിഞ്ഞു പോകരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അതായത് GMM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഓരോ മോളിക്യൂളിന്റെ GMM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോ ഏത് മോളിക്യൂളിന്റെ ആയാലും GMM കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത്രയും ഗ്രാമില് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഒരു GMMല് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 6.022 into 10⁻23 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിനെ ഒരു മോൾ എന്ന് പറയാം. ഒരു മോൾ എന്ത്? നമ്മൾ ഏത് മോളിക്യൂളാണ് എടുക്കുന്നത് ആ മോളിക്യൂൾ ഒരു മോൾ ഉണ്ടെന്ന് പറയാം. ഉദാഹരണത്തിന് ഇപ്പൊ ഹൈഡ്രജൻ ഞാൻ 2 ഗ്രാം എടുത്തു. ഓക്കെ, അത് ഹൈഡ്രജന്റെ GMM ആണെന്നറിയാം. 2 ഗ്രാം എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിനുള്ളിൽ 6.022 into 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 2 ഗ്രാമില് എത്ര മോൾ ഹൈഡ്രജൻ ഉണ്ട്? 1 മോൾ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നൈട്രജൻ 28 ഗ്രാം എടുത്തപ്പോൾ 28 ഗ്രാം എന്ന് പറയുന്നത് നൈട്രജന്റെ GMM ആണ്. അതിനുള്ളിൽ 6.022 into 10⁻23 എന്തുണ്ട്? മോളിക്യൂൾസ് ഉണ്ട്. അതായത് അവിടെ 1 മോൾ നൈട്രജൻ എന്തുണ്ട്? 1 മോൾ നൈട്രജൻ മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് 32 ഗ്രാം ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ 1 മോൾ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ മോളിക്യൂൾസ് ആണ്. അതുപോലെ 18 ഗ്രാം വാട്ടർ എടുത്തു കഴിഞ്ഞാലും അവിടെ 1 മോൾ ആണ്. 17 ഗ്രാം അമോണിയ എടുത്താലും 1 മോൾ ആണ്. ഓക്കെ, അതായത് GAM എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിനെ കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് ഈസി. ഓക്കെ, GAM എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന 1 മോൾ ആറ്റംസ് ആണ്. GMM എടുക്കുമ്പോൾ അവിടെ കിട്ടുന്നത് 1 മോൾ മോളിക്യൂൾസ് ആണ്. അപ്പോ GAM എന്താണെന്ന് മനസ്സിലാകാത്തവര്, അപ്പോ GAM എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ GMMലോട്ട് കടക്കാവൂ. ഓക്കെ, GAM എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കിയവർക്ക് മാത്രമേ GMM മനസ്സിലാവൂ. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ് GMM കണ്ടുപിടിക്കുന്നതെന്നും ആ GMM എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നും, അത്രയും മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ 6.022 into 10⁻23 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അവിടെ 1 മോൾ മോളിക്യൂൾ ഉണ്ടെന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ ആണല്ലോ? ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. മറ്റൊരു മോളിക്യൂളാണ് C6H12O6. ഗ്ലൂക്കോസ് മോളിക്യൂളാണ്. C6H12O6 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുക്കുകയാണ്. അപ്പോ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിന്റെ മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്തുള്ള ആറ്റത്തിന്റെ എല്ലാം, ഇവിടെ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അറ്റോമിക് മാസ് അറിഞ്ഞിരിക്കുക. കാർബണിന്റേത് 12 ആണ്, ഹൈഡ്രജന്റേത് 1 ആണ്, ഓക്സിജന്റേത് 16 ആണ്.
ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാം. അപ്പൊ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ കാർബൺ 6 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു എന്താണ് കാർബൺ 6 കാർബൺ ആറ്റംസ് ആണുള്ളത് അല്ലെ, 6 കാർബൺ ആറ്റംസ് ആണ്. അപ്പൊ നമ്മൾ അത്രയും ടൈം 12+12+12+12+ എന്ന് പറഞ്ഞുകൊണ്ട് 6 ടൈംസ് എഴുതണം. അതുപോലെ ഹൈഡ്രജൻ എത്ര തവണ നമ്മൾ ആഡ് ചെയ്യണം? 12 തവണ ഇങ്ങനെ 1+1+1+ എന്ന് ആഡ് ചെയ്യണം. അതുപോലെ ഓക്സിജന്റെ കേസിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ 16 എത്ര ടൈം ആഡ് ചെയ്തുകൊണ്ടിരിക്കണം? 6 തവണ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലോട്ട് പോവാം. നോക്കിക്കൊള്ളാം. കാർബണിന് എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കുക. കാർബണിൽ എത്ര ആറ്റംസ് ഉണ്ട്? നമുക്ക് ഈ ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ കാർബൺ 6 ആറ്റംസ് ആണ് ഉള്ളത്. അപ്പോ 6 ഇൻറ്റു ഓക്കെ 6 എന്ന് പറയുന്നത് അവിടുത്തെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. 6 ഇൻറ്റു കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12. അതങ്ങ് ബ്രാക്കറ്റിന് എഴുതി. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതി. പ്ലസ് ഇനി ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ഓക്കെ, 12 ബ്രാക്കറ്റില് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എഴുതി. പ്ലസ് ഇനി ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അതിന്റെ ബ്രാക്കറ്റില് അതിന്റെ അറ്റോമിക് മാസ് ആയിട്ടുള്ള 16 എഴുതി. ഓക്കെ, ഇനി 6 ഇൻറ്റു 12 എത്രയാണ്? നമുക്കറിയാം 72 പ്ലസ് 12 ഇൻറ്റു 1 എത്രയാണ്? 12 പ്ലസ് 6 ഇൻറ്റു 16 എത്രയാണ്? 96 വരും. അപ്പൊ 72 പ്ലസ് 12 84, 84 പ്ലസ് 96 എത്ര കിട്ടും? 180. അപ്പൊ 180 ആണ് ഈ ഒരു മോളിക്യൂളിന്റെ എന്തെന്ന് പറയുന്നത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ GMM എത്രയാണ്? GMM ഓഫ് C6H12O6 എത്രയാണ്? 180 ഗ്രാം ആണ്. 180 ഗ്രാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 180 ഗ്രാം എടുക്കുമ്പോൾ എത്ര മോളാണ് നമുക്ക് പറയാം? 180 ഗ്രാം C6H12O6 എന്ന് പറയുന്നത് 1 മോളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. H2SO4. അപ്പൊ ഇവിടെ നമുക്ക് GMM കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് ഏതൊക്കെ ആറ്റം ഉണ്ടെന്ന് നോക്കി. ഏതൊക്കെ ആറ്റംസ് ആണുള്ളത്? ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ അറ്റോമിക് മാസ് അറിയാം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 1 ആണ്. സൾഫറിന്റെത് എത്രയാണ്? 32 ആണ്. ഓക്സിജന്റെത് 16 ആണ്. ഓക്കെ, നിങ്ങൾ പുതുതായിട്ട് വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? സൾഫർ ആണ്, അത് 32 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കും. അപ്പൊ ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട്? 2 ബ്രാക്കറ്റില് അതിന്റെ എന്തെഴുതുക? മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് അല്ല, അറ്റോമിക് മാസ് എഴുതുക. എത്രയാണ്? 1 പ്ലസ് സൾഫർ എത്രയുണ്ട്? സൾഫർ 1 ആണുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു നമ്പർ മാത്രം എഴുതിയാൽ മതി, അതിന്റെ അറ്റോമിക് മാസ് മാത്രം എഴുതിയാൽ മതി. 32 പ്ലസ് ഇനി ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഇൻറ്റു എത്ര? ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16. അപ്പൊ നമുക്കിവിടെ 2 പ്ലസ് 32 പ്ലസ് 4 ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ 64 ആണ്. അപ്പോ 2 പ്ലസ് 32 34, 34 പ്ലസ് 64 98 ഗ്രാം എന്ന് കിട്ടി. അപ്പൊ 98 ഗ്രാം ആണ്. 98 ഗ്രാം അല്ല, സോറി, നമ്മളിവിടെ ഗ്രാം ഉപയോഗിക്കാൻ പാടില്ല. 98 ആണ് ഇവിടുത്തെ മോളിക്കുലാർ മാസ്. അങ്ങനെയാണെങ്കിൽ GMM എത്ര? GMM എത്രയാണ്? 98 ഗ്രാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 98 ഗ്രാം H2SO4. നമുക്കറിയാം H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ്. 98 ഗ്രാം H2SO4 എടുക്കുമ്പോൾ അത് 1 മോൾ ആണ് നമുക്ക് പറയാം. ഓക്കെ, 98 ഗ്രാം H2SO4 എടുത്താൽ അത് 1 മോൾ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് GMM ഒരു ഗിവൺ മാസ് തന്നിരിക്കും. നമ്മൾ ഓൾറെഡി GAM പഠിച്ചപ്പോഴത്തേക്ക് ഒരു ഗിവൺ മാസ് തന്നിരുന്നു. ഗിവൺ മാസ് തന്നിരുന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള GAM കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. അതായത് നമ്പർ ഓഫ് GAM ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡ് ബൈ GAM എന്നുള്ളതായിരുന്നു ആ ഇക്വേഷൻ. ഇക്വേഷൻ അറിഞ്ഞൂടാത്തവർ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ നോട്ടിലുള്ള ഇക്വേഷൻ നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ GMM കണ്ടുപിടിക്കാനും നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ.
നമ്പർ ഓഫ് GMM ഈക്വൽ ടു എന്താണ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. ഓക്കെ, അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. നമുക്ക് ഇപ്പോ ഉദാഹരണത്തിന് 360 ഗ്രാം ഗ്ലൂക്കോസ് അല്ലെങ്കിൽ C6H12O6. അപ്പൊ 360 ഗ്രാം എന്താണ് ഗ്ലൂക്കോസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഗ്ലൂക്കോസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനുള്ളില് എത്ര GMM ഉണ്ടെന്ന് കണ്ടെത്തണം. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ മാസ്. ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? മോളിക്കുലാർ മാസ് എത്രയാണ്? മോളിക്കുലാർ മാസ് ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് C6H12O6 അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എഴുതുക. എന്താണ്? 180 ആണെന്നറിയാം. ഓക്കെ, 180 ആണ്. ഇനി GMM ഓഫ് C6H12O6 എത്രയാണ്? ഇതിനെ ഗ്രാമിലോട്ട് എഴുതി, അതായത് 180 ഗ്രാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് GMM ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാണ്? ഗിവൺ മാസ് തന്നിരിക്കുന്നത് 360 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 360 ഗ്രാം ഡിവൈഡ് ബൈ GMM എത്രയാണ്? 180 ഗ്രാം. 180 ഗ്രാം നമുക്ക് കിട്ടും. എത്രയാണ്? ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 GMM എന്ന് കിട്ടും. ഓക്കെ, 2 GMM. അപ്പൊ നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കുന്നത് ഈസിയാണ്. വേറെ ഒന്നുമില്ല, ഗിവൺ മാസിനെ GMM എത്രയാണോ അത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കാനായിട്ട് ഗിവൺ മാസിനെ GMM കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2 GMM കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ മനസ്സിലാവുന്നത് അവിടെ എത്ര മോൾ ഉണ്ട്? 2 മോൾ ഉണ്ട്. എത്ര GMM ഉണ്ടോ അത്രയും മോൾസ് ഉണ്ട്, അത്രയും മോളിക്യൂൾ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി മറ്റൊരു എക്സാമ്പിൾ തരാം. $320 gram ഓക്സിജൻ. 320 gram ഓക്സിജൻ. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് നമുക്കറിയാവുന്നതാണ്. മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ എത്രയാണ്? മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് 32 ഗ്രാം. ഇനി നമുക്ക് നേരത്തെ കൂട്ടി അറിഞ്ഞുകൂടാത്ത ഒരു മോളിക്യൂളാണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ച രീതിയിൽ കണ്ടുപിടിക്കും. ഓക്കെ, ഇനി എക്സാമിനൊക്കെയാണ് എഴുതുന്ന സമയത്ത് ഇപ്പൊ ഓക്സിജന്റെ മോളിക്കുലാർ മാസ് തന്നിട്ടില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 32 ഗ്രാം എന്ന് ഡയറക്റ്റ് എഴുതി വയ്ക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ചിലപ്പോൾ തന്നിരിക്കും, മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞ് തന്നിരിക്കും. ഇല്ലെങ്കിൽ മോളിക്കുലാർ മാസ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടെത്തി പിന്നീട് നമ്പർ ഓഫ് GMM കണ്ടെത്താനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ GMM എത്ര കിട്ടും? GMM ഇവിടെ മോളിക്കുലാർ മാസ് ഒരിക്കലും ഗ്രാമിൽ എഴുതരുത്, ഇവിടെ എഴുതി തെറ്റിപ്പോയി. ഒരിക്കലും മോളിക്കുലാർ മാസ് ഗ്രാമിൽ എഴുതരുത്, അത് നമുക്ക് ഡിജിറ്റിൽ മാത്രമേ എഴുതാവൂ. അപ്പൊ GMM വരുമ്പോഴത്തേക്ക് അവിടെ ഗ്രാമിൽ എഴുതുക. GMM ഈക്വൽ ടു എത്ര? 32 ഗ്രാം. GMM ഓഫ് ഓക്സിജൻ. GMM ഓഫ് ഓക്സിജൻ ഈക്വൽ ടു 32 ഗ്രാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് GMM ഈക്വൽ ടു ഗിവൺ മാസ് നമുക്കറിയാം 320 ഗ്രാം ആണ്. ഡിവൈഡ് ബൈ എത്ര? GMM എന്ന് പറയുന്നത് 32 ഗ്രാം ആണ്. 32 ഗ്രാം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 GMM. അതായത് ഇവിടെ എത്ര മോളും കാണപ്പെടുന്നുണ്ട്? 10 മോൾ ഓക്സിജനും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോ GMM എങ്ങനെയാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി, എങ്ങനെയാണ് GMM കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി, എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആണല്ലോ.